ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മറയൂരിൽ നിന്നും കാന്തല്ലൂർക്ക് പോകുന്ന വഴിയിൽ കോവിൽക്കടവ് കഴിഞ്ഞിട്ട് കയറ്റം കയറി ചെല്ലുമ്പോൾ കാണുന്ന ആനക്കോട്ടപ്പാറ പാർക്കാണ്. ഈ ആനക്കോട്ടപ്പാറ പാർക്കിലാണ് മുനിയറകൾ സ്ഥിതി ചെയ്യുന്നത്. മറയൂരും മറ്റു സ്ഥലങ്ങളിലും ഉണ്ട്. അതുപോലെ തന്നെ ഈ ആനക്കോട്ടപ്പാറ പാർക്കിലും മുനിയറകൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഈ ആനക്കോട്ട പാർക്കിലേക്കുള്ള ആ ഒരു കയറ്റം വളരെ നല്ല കയറ്റമാണ്. രണ്ട് സൈഡിൽ നിറയെ കല്ലുകളുള്ള കരിങ്കല്ലുള്ള സ്ഥലമാണ്. പക്ഷേ നമ്മൾ ഈ ആനക്കോട്ടപ്പാറ പാർക്ക് എന്ന് പറയുന്ന ഒരു പീഠഭൂമി പോലൊരു സ്ഥലമാണ്. അത് നല്ല മുകളിൽ നല്ല നിരപ്പായ സ്ഥലം. അതിന് ചുറ്റും റൗണ്ടിലായിട്ട് കുറേ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ കിലോമീറ്ററുകൾ താഴ്ന്ന പ്രദേശവും അതിന് പുറകിലായിട്ട് മലകളുടെ ഒരു കോട്ടയുമായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. നമ്മൾ ആ ബാക്കിലത്തെ മലകളിലൊക്കെ ഇങ്ങനെ തട്ട് തഴുകി പട്ടുപോലെയുള്ള മേഘങ്ങൾ അത് തൊട്ട് തഴുകി കയറി വരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ ഓഫീസും ചെറിയൊരു സെയിൽസ് കൗണ്ടറൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ പാസ് മേടിക്കണം. 10 രൂപ പാസ്സായിരുന്നു. ആ പാസ് മേടിച്ച് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. നമ്മൾ ഈ കാണുന്ന ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്നത്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നിരപ്പായി കിടക്കുന്ന കരിങ്കല്ലിൻ്റെ ഒരു പ്രദേശമാണ്. ഇടയ്ക്ക് കുറേ മൺകുത്തുകളൊക്കെ ഉണ്ട്. അവിടെ നല്ല സമൃദ്ധമായി താഴ്ച വളരുന്നുണ്ട്. മരങ്ങളൊക്കെ താഴ്ച വളരുന്നുണ്ട്. പ്രകൃതിദത്തമായ ഒരു അത്ഭുത ഭൂമി പശ്ചിമഘട്ടത്തിൻ്റെ തെക്കൻ ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന സമൃദ്ധമായ പർദീസയായ ആനക്കോട്ട പാർക്കിൽ നിന്നാണ് നമ്മുടെ യാത്ര ഇന്ന് ആരംഭിക്കുന്നത്. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും ശാന്തമായ അന്തരീക്ഷത്തിനും പേരുകെട്ട ആനക്കോട്ട പാർക്ക് ഏതൊരു പ്രകൃതി സ്നേഹിക്കും അതിഗംഭീരമായ ഒരു കാഴ്ച പ്രദാനം ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ മുനിയറകളുടെ അവശിഷ്ടങ്ങളുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് അതിനകത്ത് കയറി നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കുനിഞ്ഞ് അതിനകത്ത് കയറി നിൽക്കാൻ പറ്റുള്ളൂ. അതിനോട് ചേർന്ന് കുറച്ച് മറ്റ് മുനിയറകളുടെ ഇത് വേറൊരു മുനിയറയുടെ അവശിഷ്ടമാണ്. അതിനകത്തെല്ലാം കാട് കയറി അതിൻ്റെ ടോപ്പ് കല്ലില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതിൻ്റെയും എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ അതുകൂടാതെ ഈ ഇവിടെ തന്നെ പല അവശിഷ്ടങ്ങളും മുനിയറകളുടെ അവശിഷ്ടങ്ങളും കാണുന്നുണ്ട്. ഇതെല്ലാം കൂടാതെ നമ്മൾ അപ്പുറേ കാണുന്ന ഇപ്പോൾ ആ വ്യൂവിൽ കാണുന്ന കല്ലുകളൊക്കെ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് അങ്ങേയറ്റത്ത് കാണുന്നത് അതൊക്കെ ഈ പറഞ്ഞ പോലെ പഴയ മുനിയറകളുടെ അവശിഷ്ടങ്ങളാണ്. ഇതൊരു പാറപ്പുറമാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പം നമുക്കൊരു ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു മുനിയറയുണ്ട്. അതാണ് അവിടെ ഒരു ബോർഡ് കാണുന്നത്, മുനിയറയിലേക്കുള്ള വഴി. അവിടെ ഒരു മുനിയറ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പഴയ നഷ്ടപ്പെട്ടു പോയ ശിഥിലമായ മുനിയറകളാണ്. ഇവിടെ എല്ലാം നമ്മൾ നടക്കുന്നിടത്തെല്ലാം കരിങ്കല്ലാണെങ്കിലും ഇതിൻ്റെ ഈ മലയുടെ ചില ഭാഗങ്ങളിലൊക്കെ മൺകുത്തുകളുണ്ട്. അവിടെ നല്ല സമൃദ്ധമായിട്ട് മരങ്ങളും ഈ പുൽമേടുകളുമൊക്കെ നന്നായിട്ട് പുല്ലുകളൊക്കെ വളരുന്നുണ്ട്. നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇവിടെയുള്ള ഒരു മുനിയറനെ തപ്പിയുള്ള യാത്രയാണ് നമ്മുടെ. ഇവിടെ നിന്ന് നമ്മൾ ചുറ്റും നോക്കിയാൽ ഇങ്ങനെയൊരു ചുറ്റിനും ഇതൊരു പീഠം പോലെ ഉയർന്നു നിൽക്കുന്നു. ചുറ്റിനും താഴ്ന്ന സ്ഥലങ്ങളാണ്. അതിന് പുറകിൽ ഇങ്ങനെ കോട്ട പോലെ ചുറ്റിലും ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ നമുക്ക് കാണാം. ഈ പർവ്വതങ്ങളെയൊക്കെ തഴുകിയാണ് വെള്ളപ്പെട്ട് പോലെയുള്ള മേഘങ്ങൾ കയറി ഈ മല കയറി പോകുന്നത്.
നമ്മൾ ആ മുനിയറയിലേക്കുള്ള കാണാനുള്ള യാത്രയാണ്. ഇവിടെയൊക്കെ ഒന്നും ഒരു മണൽത്തരി പോലും ഇല്ല, എല്ലാം കല്ലാണ്. പക്ഷേ ഇപ്പം കാണുന്ന ഭാഗത്ത് മണ്ണുണ്ട്, അതുകൊണ്ട് അവിടെ പുല്ലുകളുണ്ട്. നമ്മൾ ആ മരം നിൽക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ഉള്ള ഒരു മുനിയറ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇപ്പം നമുക്കിവിടെ ഉള്ളൊരു മുനിയറ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സുഹൃത്ത് അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മുനിയറയിൽ ഒരാൾക്ക് പൊങ്ങി നിന്നാലും കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ്. ശിലായുഗകാലത്തിൽ നിർമ്മിക്കപ്പെട്ടെന്ന് കരുതുന്ന മുനിയറകൾ മറയൂർ, കാന്തല്ലൂർ മേഖലകളിൽ ധാരാളമായി കാണാം. 3 വലിയ പാറക്കല്ലുകൾ ഭൂമിയിൽ കുത്തനെ ഉറപ്പിച്ചു നിർത്തി അതിനു മുകളിലായി ഒരു കൂറ്റൻ പാറക്കല്ല് സ്ഥാപിച്ചാണ് മുനിയറകൾ നിർമ്മിച്ചിരിക്കുന്നത്. മുനിയറയുടെ മുൻവശത്തായി സ്ഥാപിച്ചിരിക്കുന്ന പാറക്കല്ലിന് കിളിവാതിൽ പോലെ അർദ്ധവൃത്താകൃതിയിൽ ഒരു ദ്വാരം നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. ഒരുപക്ഷെ ഇതിനകത്തൊക്കെയൊക്കെ ആൾ കയറിയിട്ട് മറ്റ് മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ഒരെണ്ണം നമ്മൾ അകത്ത് നിന്നിട്ട് വെളിയിൽ സൈഡിലെല്ലാം വെച്ചിട്ട് അതെടുത്ത് അങ്ങോട്ട് അടയ്ക്കുന്ന പോലെയുള്ള പരിപാടികളായിരുന്നായിരിക്കും അന്നത്തെ കാലത്ത് ആൾക്കാർ ഫോളോ ചെയ്തിരുന്നത്. ഈ ശിലായുഗ നിർമ്മിതികൾ ഏതാണ്ട് BC 3000-നും BC 14,000-നും ഇടയിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. തമിഴ്നാട്ടിലെ പഴനിമലകളിൽ കാണപ്പെടുന്ന മുനിയറകൾക്ക് മറയൂർ, കാന്തല്ലൂർ മേഖലയിലെ മുനിയറകളുമായി സാമ്യമുണ്ട്. ശിലായുഗകാലത്ത് ഇവിടം ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാർ നിർമ്മിച്ചതാണ് ഈ മുനിയറകളെന്നാണ് ആദിവാസി ജനങ്ങൾക്കിടയിൽ മുനിയറകളെപ്പറ്റി പറയുന്ന കഥ. ഈ മുനിയറകൾ വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നതായും അതിനുവേണ്ടി നിർമ്മിച്ചതാണെന്നും പറയപ്പെടുന്നു. എന്നാൽ മുനിമാർ തപസ് അനുഷ്ഠിക്കാൻ നിർമ്മിച്ചവയാണ് ഈ മുനിയറകൾ എന്നും ഒരു പറച്ചിലുണ്ട്. മുനിയറകൾക്ക് സമീപഭാഗങ്ങളിൽ നിന്നും ഭൂമിക്കടിയിൽ നിന്നും ചുവന്ന, കറുത്ത നിറങ്ങളിലുള്ള വലിയ മൺകുടങ്ങളിൽ ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ വലിയ മൺകുടങ്ങൾ ആ കാലത്ത് ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്നവയാണെന്ന് പറയപ്പെടുന്നു. നമ്മുടെ ചാനല് ബെനീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാന്തല്ലൂർ ഏരിയ, മറയൂർ കാന്തല്ലൂർ ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഒരു ദിവസം കാണാനുണ്ട്. നമ്മൾ മൂന്നാർ വന്നാൽ ഈ മറയൂർ കാന്തല്ലൂർ ഏരിയയിൽ ഒരു ദിവസം തന്നെ കാണാനുണ്ട്. വിവിധ പഴമരങ്ങളും ഓറഞ്ച്, ആപ്പിള്, അതുപോലെയുള്ള പഴമരങ്ങളും പേര, അതുപോലെ തന്നെ ഈ ശീതകാല പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്തു വരുന്നു. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മളിവിടുത്തെ ഈ ആനക്കോട്ട പാർക്ക് കണ്ടു കഴിഞ്ഞു. നമ്മളിനി അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.